നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയിരുന്നത് ഈ 450-നും 650-നും സ്ക്വയർ ഫീറ്റ് പരപ്പളവ് വരുന്ന കെട്ടിടങ്ങൾക്ക് ഓരോ ദിശക്കും അനുസൃതമായ ചുറ്റളവ് മീറ്റർ സെൻറ്റിമീറ്ററിൽ പറഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഈ ആഴ്ച അതിന് മുകളിലുള്ളത് പറയുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നത് അതിന് ശേഷമുള്ളത് അത് ഇത്തിരി കാൽക്കുലേഷൻ ആവശ്യമായി വരുന്നതാണ്. കോലങ്കുലത്തിലാണ് ഇവർ ദിശക്കനുസൃതമായി കണക്ക് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിങ്ങോട്ട് മീറ്റർ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. ആ സ്ക്വയർ ഫീറ്റ് നോക്കണം. ഒത്തിരി മെനക്കെട്ട പരിപാടിയാണ്. 5 മിനിറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്കതിന് സമയം കിട്ടാത്തത് കൊണ്ട് ഇനി അടുത്ത ആഴ്ച മുതൽ അതാക്കാം. ഇന്ന് മറ്റൊരു അറിവ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതായത് കിണറിൻ്റെ സ്ഥാനം വീടിൻ്റെ ഏത് ദിശകളിൽ വന്നാൽ കൊള്ളാം എന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, രാശിചക്രത്തെ ഭാഗിച്ചിരിക്കുന്നത് ദിശകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 30 ഡിഗ്രി വീതമുള്ള അതുപോലെ ഒരു വീടിൻ്റെ ഇത് മൊത്തം ഒരു വീടാണെന്ന് സങ്കല്പിക്കുക. ദീർഘചതുരമോ സമചതുരവുമായ ഒരു വീടാണ് എന്ന് സങ്കല്പിക്കുക. വീടിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലം ഉണ്ടാകുമല്ലോ. ഈ വാസ്തുമണ്ഡലത്തെ 12ആയി വിഭജിച്ചിട്ടിരിക്കുന്നു. വീട് ഇതിപ്പം ഈസ്റ്റ് എന്ന് വെക്കുക, ഇത് വെസ്റ്റ്, നോർത്ത്, സൗത്ത്. വീട് ഏത് ദിശക്ക് അനുയോജ്യമായി എങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും ഇതിന് ചുറ്റുമുള്ള വിഭജനം സ്ഥിരമായിട്ട് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ രാശിചക്രം പോലെ. ഇത്രയും മീനം വരും, ഇത്രയും ഇടവം വരും, മേടം വരും, ഇത്രയും ഇടവം വരും. ഇങ്ങനെ പോവും വിഭജനം. കുംഭം, മകരം, ധനു, വൃശ്ചികം, തുലാം, കന്നി. കോൺ രാശികൾക്ക് 2 പോർഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ആ കോമ്പൗണ്ടിനകത്ത് ഒരു കിണർ വന്നാൽ കിണറിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? 4 ചുറ്റും ഇതുപോലെ 12ആയി നമ്മൾ ഭാഗിക്കും. വീടിന് പുറത്തും വാസ്തുമണ്ഡലത്തിനും അകത്തുള്ള സ്ഥലത്തെ 12ആയി ഭാഗിക്കും. ഭാഗിച്ച ശേഷം അതിന് ഈ രാശികളുടെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ഥലം, ആ സ്പേസ് അറിയാൻ വേണ്ടി മാത്രം. വീടിന് ചുറ്റും അല്ല രാശി ചക്രം കിടക്കുക എന്ന് നമുക്കറിയാം. ഭൂമിക്ക് ചുറ്റും ഇത് സ്ഥലം, സ്പേസ് അറിയാം. ഇതിപ്പം ഇത് വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നതിന് പകരം മീനൻ രാശി എന്ന് പറയാം, എളുപ്പം. തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നതിനേക്കാളും കന്നിരാശി, അതൊരെളുപ്പമാണ്. അപ്പോൾ ഇതിൽ എവിടെ കിണർ വരാം എന്ന് ആചാര്യന്മാർ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം, വാസ്തുശാസ്ത്രം കേൾക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം. വീട് വെക്കാനും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നവർക്കും വേണ്ടി പ്രയോജനപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. വീട് വച്ചവർ ദയവ് ചെയ്ത് അതിനെ ഇടിച്ച് പൊളിക്കരുത്. വച്ച വീട് ഇടിച്ച് പൊളിച്ച് മാറ്റി പണിയുകയാണെങ്കിൽ അത് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കും. വീടിനകത്ത് ഊർജ സംവിധാനം നിലനിർത്താനും മറ്റുമൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തെറ്റായ രീതിയിൽ വീട് വച്ചെന്ന് പറഞ്ഞാൽ ആരും മരിച്ചു പോവില്ല, ആരും അസുഖബാധിതരാവില്ല. വായുപ്രവേശനം അകത്ത് കൃത്യമായി കിട്ടുകയും പുറത്ത് പോവുകയും ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാലും വച്ച വീട് ചുറ്റളവ് തെറ്റ്, ദിശക്കനുസൃതമല്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിച്ചിരിക്കരുത്. ഞാൻ പുതുതായിട്ട് വെക്കാൻ പോകുന്നവർക്കാണ് പറയുന്നത്.
നമ്മൾ വീടിനെ രാശിചക്രം പോലെ വീടിന് ചുറ്റുമുള്ള സ്ഥലത്തെ ഭാഗിച്ചു കഴിഞ്ഞു. ഇതിൽ കുംഭം, മീനം, മേടം, ഇടവം എന്നീ 4 രാശികളിൽ എവിടെയെങ്കിലും കിണർ വരാം. 4 രാശി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായത് കുംഭത്ത് വരാം. മീനത്ത് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. വാസ്തുമണ്ഡലത്തിലൊന്നും ഇവിടെന്നും ഒരു നൂല് പിടിക്കുമ്പോൾ, ഒരു രേഖ വരക്കുമ്പോൾ ഈ രേഖയിൽ ടച്ച് ചെയ്യാതെ ഇവിടെയും വരാം, ഇവിടെയും വരാം. അതുപോലെ തന്നെ കുംഭം രാശിയിലെടുക്കുമ്പോൾ കുംഭം രാശിയിൽ മാത്രമായിട്ട് നിർത്തുക. കുംഭൻ രാശിയെയും മീനൻ രാശിയെയും വേർതിരിക്കുന്നിടത്തോട്ട് ഇങ്ങോട്ട് കടന്നു കയറാതിരിക്കുക. ആ തത്വം തന്നെയാണ് ഇവിടെ. മേടത്തിൽ നിൽക്കുകയാണെങ്കിൽ മേടൻ രാശിയിൽ മാത്രമായി നിൽക്കുക. അപ്പുറത്തെ രേഖയോ ഇപ്പുറത്തെ രേഖയോ ടച്ച് ചെയ്യാതിരിക്കുക. ഇടവത്തിലും അങ്ങനെ തന്നെ. ഇനി ഇത് തത്വത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഭൂമിക്കടിയിലൂടെയുള്ള നീരൊഴുക്ക് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയിൽ സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം അതും കൂടെ കണ്ടുപിടിച്ചിട്ട് കിണർ കുഴിക്കുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇത് വേണ്ട.